ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2024 ഹാഫ് ഇയർലി എക്സാം അതിൻ്റെ ദുറൂസുൽ ഇസ്ലാം 2, അതായത് 11ാമത്തെ ചാപ്റ്റർ മുതൽ 20ാമത്തെ ചാപ്റ്റർ വരെ ഉൾപ്പെടുത്തി എക്സാമിൻ്റെ ചോദ്യപേപ്പറാണത്. അപ്പോൾ ഇനി എക്സാമിന് പഠിക്കുന്നവർക്ക് ഇത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറായിട്ട് ഉപകാരപ്പെടുത്താവുന്നതാണ്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരിയായി രേഖപ്പെടുത്താനാണ്. 4 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത് ആരാണെന്ന്? ആരായിരുന്നു? ഹലീമ ബീവി റളിയല്ലാഹു അൻഹയാണ് 4 വയസ്സുവരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വളർത്തിയത്. ആമിന ബീവിയും സുവൈബത്തുൽ അസ്ലമിയെയും ഏതാനും ദിവസം മുലയൂട്ടി പിന്നീട് ഹലീമ ബീവിയെ ഏൽപ്പിക്കുകയായിരുന്നു. അടുത്തത് എന്താണ്? കുടുംബബന്ധം പുലർത്തിയാൽ എന്താണ്? ആയുസ് വർദ്ധിക്കും. നമ്മൾ പാഠത്തിൽ കുടുംബബന്ധം പുലർത്തിയാൽ ഭക്ഷണം വിശാലമാക്കും, ആയുസ് വർദ്ധിക്കും. അപ്പം അത് ഇവിടെ ആയുസ് വർദ്ധിക്കും എന്നതാണ് വന്നത്. അടുത്തതാ, ഉമ്മ വഫാത്താകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വയസ്സ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 6 വയസ്സുള്ളപ്പോഴാണ് ഉമ്മ ആമിന ബീവി അബുവാബ് എന്ന സ്ഥലത്ത് വെച്ച് വഫാത്താകുന്നത്. 6 വയസ്സ്. അടുത്തത് എന്താണ്? അന്ത്യനാളിൽ കൊഴിഞ്ഞു വീഴും. എന്താണ് കൊഴിഞ്ഞു വീഴുന്നത്? ഇസ്രാഫിൽ അലൈഹിസ്സലാം സൂറിൽ ഓതും, ആകാശങ്ങൾ പൊട്ടിപ്പിളരും, താരങ്ങൾ കൊഴിഞ്ഞു വീഴും. അപ്പൊ താരങ്ങളാണ് കൊഴിഞ്ഞു വീഴുന്നത്. പിന്നെ സാഗരങ്ങൾ കത്തിപ്പടരും, ഭൂമി കിടുകിടാ വിറക്കും, പർവ്വതങ്ങൾ പൊടിപടലങ്ങളാകും, അപ്പൊ എല്ലാം നശിക്കും. അപ്പൊ അന്ത്യനാളിനെ കുറിച്ചാണ്. അപ്പൊ അതുപോലെ മറ്റുള്ളത് വരാം. കൊഴിഞ്ഞു വീഴുന്നത് താരങ്ങളാണ്, മനസ്സിലാക്കുക. അടുത്തതാ, അബൂലഹബ് മോചിപ്പിച്ച അടിമ സ്ത്രീ ആരായിരുന്നു? സുവൈബത്തുൽ അസ്ലമിയ റളിയല്ലാഹു അൻഹയാണ് അബൂലഹബ് മോചിപ്പിച്ച അടിമ സ്ത്രീ. അടിക്കയ്യ. അടുത്തതാ, മനുഷ്യരെ കൂടുതലായി നരകത്തിലാക്കുന്നത് എന്താണ്? ചീത്ത സംസാരമാണ് മനുഷ്യരെ കൂടുതലായി നരകത്തിലാക്കുന്നത്. അടുത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ചപ്പോൾ വറ്റിപ്പോയ തടാകം. ഏത് തടാകമാണ്? സാവാ തടാകം വറ്റി. അപ്പം അത് സാവ എന്നത് നമുക്ക് ടിക്ക് ചെയ്യാം. ലോകാവസാനത്തെ കുറിച്ച് പറഞ്ഞ ഒരു സൂറത്ത് ഏത് സൂറത്തിലായിരുന്നു? സൽസാല, സൂറത്തുൽ സൽസാല. അപ്പം അത് ടിക്ക് ചെയ്യാം. ഇമാം അബൂ ഹനീഫ സൂറത്ത് സൽസാലയെ കുറിച്ച് ഓർത്ത് കരഞ്ഞ് നമ്മളെ 17ാമത്തെ പാഠത്ത് പറഞ്ഞിരുന്നു അല്ലേ? ആ സൂറത്ത് ഇശാ നിസ്കാരത്തിന് ഇമാം അലി ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഓതി. നിസ്കാരം കഴിഞ്ഞ ശേഷം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്താണ്? ലോകാവസാനത്തെ കുറിച്ചോർത്ത് കരഞ്ഞുകൊണ്ടിരുന്നു, മനസ്സിലാക്കുക. ഇനിയാ, യാ അബതിഫ് അൽ മാ തുഅ്മർ, ഇത് പറഞ്ഞതാര്? അപ്പം അതാരാ പറഞ്ഞത്? യാ അബതിഫ് അൽ മാ തുഅ്മർ ഇസ്മായിൽ അലൈഹിസ്സലാമാണ് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞതാണ്. അള്ളാഹു കൽപ്പിച്ചത് നിങ്ങൾ പ്രവർത്തിക്കൂ. അപ്പം അത് ടിക്ക് ചെയ്യാം. അടുത്തതാ, അദ്ദേഹം ഡോക്ടറാണ്. എന്താണ്? ഹുവ തൊബീബുൻ, അദ്ദേഹം ഡോക്ടറാണ്. ഇവിടെ ഹുവ സദീഖുൻ ാണ്, അവനൊരു സുഹൃത്താണ്. ഹുവ സദീഖുൻ, അവനൊരു സുഹൃത്താണ്. ഹുവ സഈദുൻ, അവൻ സന്തോഷവാനാണ്. അപ്പോൾ തൊബീബുൻ, അതാണ് അദ്ദേഹം ഡോക്ടറാണ് എന്നത്, മനസ്സിലാക്കുക. ഇനിയാ മാച്ച് ചെയ്യാനാണ് ഇവിടെ വന്നത്. എന്താണ്? അൽ ഉലാമു ഹലീം, സഹനമുള്ള മകൻ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിൻ്റെ ഒരു അറബി പാഠം പഠിച്ചിരുന്നു അല്ലേ? ആ പാഠത്തിൽ പറയുന്നുണ്ട് ഉലാമു ഹലീം, സഹനമുള്ള കുട്ടി, മകൻ. അപ്പോൾ മനസ്സിലാക്കുക. അപ്പം അതിൻ്റെ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. അടുത്തതാ,
താലിബുൽ ഇൽമ്, താലിബുൽ ഇൽമ്, വിദ്യാർത്ഥി, താലിബുൽ ഇൽമ് വിദ്യാർത്ഥി. അപ്പം അതിൻ്റെ സി എഴുതി കൊടുക്കാം. അടുത്തതാ ഹൈറുൽ ബഷർ, മനുഷ്യരിൽ ഉത്തമ. അപ്പം അതിൻ്റെ ഇ, ഹൈറുൽ ബഷർ മനുഷ്യരിൽ ഉത്തമ. അടുത്തതാ ഫുർസത്തുൻ സായിദ, എന്താണ്? നല്ല അവസരം, നല്ല അവസരം. ഫുർസത്തുൻ സായിദ നല്ല അവസരം. അപ്പം അതിൻ്റെ ബി എഴുതാം. അടുത്തത് കാത്തിയുർ റഹീമിൻ, കാത്തിയുർ റഹീമിൻ കുടുംബ ബന്ധം മുറിച്ചവർ. അപ്പം അതിൻ്റെ എ എഴുതാം. അപ്പോൾ ഇതൊക്കെ പാഠഭാഗം നന്നായി മനസ്സിലാക്കിയവർക്ക് മാത്രമേ മാച്ച് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി പഠിക്കുന്നവർ ഇതുപോലൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. ഇനി പൂരിപ്പിക്കാനാണ്. ജനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഡാഷ് എന്ന് വിളിച്ചു. എന്താ വിളിച്ചത്? അൽ അമീൻ, അൽ അമീൻ എന്ന് വിളിച്ചു. ജനങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അൽ അമീൻ എന്ന് വിളിച്ചു. അടുത്തതാ കുടുംബ ബന്ധം ഡാഷ് നമ്മുടെ കടമയാണ്. എന്താണ്? കുടുംബ ബന്ധം പുലർത്തൽ, കുടുംബ ബന്ധം പുലർത്തൽ നമ്മുടെ കടമയാണ്. കുടുംബ ബന്ധം പുലർത്തൽ നമ്മുടെ കടമയാണ്. കുടുംബ ബന്ധം മുറിക്കൽ ഹറാമാണ്. കുടുംബ ബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല, അവർക്ക് കഠിന ശിക്ഷയുണ്ട്. കുടുംബ ബന്ധം മുറിച്ചവരുള്ള സമൂഹത്തിൽ അല്ലാഹു തആലയുടെ അനുഗ്രഹം ഇറങ്ങുകയില്ല. ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ലാ യദ്ഖുലുൽ ജന്ന ഖാത്തിയാൻ, കുടുംബ ബന്ധം മുറിക്കുന്നവർ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. കുടുംബബന്ധം മുറിക്കുന്നവൻ വിജയികളോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. അപ്പോൾ നിങ്ങളെ 18ാമത്തെ പാഠാണ്, ഒക്കെ മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെഞ്ചിൽ 2 മലക്കുകൾ ശസ്ത്രക്രിയ നടത്തി. അപ്പോൾ 2 എന്ന് എഴുതിയാൽ മതി. ഇവിടെ 2 മലക്കുകൾ ശസ്ത്രക്രിയ നടത്തി. കുടുംബബന്ധം മുറിക്കുന്നവർക്ക് അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ല, അനുഗ്രഹം ലഭിക്കുകയില്ല, അല്ലാഹു തആലയുടെ അനുഗ്രഹം ലഭിക്കുകയില്ല. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച ദിവസം ഏതായിരുന്നു? തിങ്കളാഴ്ചയാണ്. അപ്പോൾ ജനിച്ച ദിവസം ചോദിച്ചാൽ തിങ്കളാഴ്ച എന്നത് മാത്രം എഴുതിയാൽ മതി. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ചയാണ്. അപ്പോൾ ഇവിടെ ദിവസം ചോദിച്ചുകൊണ്ട് തിങ്കളാഴ്ച എന്ന് എഴുതിയാൽ മതി. അൽ അമാനത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം, അമാനത്ത് വിശ്വസ്തത എന്നാണ്. അമ്പിയാക്കളുടെ സിഫത്തുകൾ 4 സിഫത്തുകൾ നമ്മൾ പറഞ്ഞിരുന്നു വാജിബായത്. സിദക്ക് സത്യസന്ധത, അമാനത്ത് വിശ്വസ്തത, തബ്ലീഗ് പ്രബോധന പ്രവർത്തനം, ഫത്താനത്ത് കൂർമ്മ ബുദ്ധി. അപ്പോൾ അതിന്നാണ് അമാനത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിച്ചതുപോലെ മറ്റുള്ളത് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്തതാ ഹലീമ ബീവിയുടെ പിതാവിൻ്റെ പേര്. ഹലീമ ബീവിയുടെ പിതാവിൻ്റെ പേരെന്താ? ബീവിയുടെ പിതാവിൻ്റെ പേര് ദുഐബ്, ദുഐബിൻ്റെ, ബനൂ സഅദിലെ ദുഐബിൻ്റെ മകളാണ്. ഭർത്താവ് ഹാരിസയായിരുന്നു. അവരുടെ മകൻ അബ്ദുള്ള. അപ്പം അതൊക്കെ മനസ്സിലാക്കി വെക്കുക. അടുത്തതാ അന്ത്യനാളിന് പറയുന്ന മറ്റൊരു പേര്. അന്ത്യനാളിന് പറയുന്ന മറ്റൊരു പേരെന്താ? യൗമുൽ ആഹിർ, യൗമുൽ ഖിയാമ എന്നല്ല അതിന് പേരുണ്ട്. യൗമുൽ ആഹിർ, യൗമുൽ ഖിയാമ എന്നൊക്കെ അതിന് പേരുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് എഴുതാം. നബിമാരുടെ അനന്തരാവകാശികളാണ് ആരാണ്? പണ്ഡിതന്മാർ. അൽ ഉലമാഉ വറസത്തുൽ അംബിയാ, അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. നബിമാരുടെ അനന്തരാവകാശികൾ പണ്ഡിതന്മാരാണ്, ഉലമാക്കളാണ്. നബിമാരുടെ അനന്തരാവകാശികൾ ഉലമാക്കളാണ്. അപ്പോൾ പണ്ഡിതന്മാർ എന്നൊക്കെ എഴുതാം. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതാനാണ്. എന്താ ചോദ്യം? അബൂജഹലിൻ്റെ ഒട്ടകം നടക്കാൻ തയ്യാറായില്ല. കാരണം എന്തായിരുന്നു? വഴിയിൽ ഒറ്റപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അതുവഴി വന്ന അബൂജഹൽ പുറത്ത് കയറ്റി, തൻ്റെ പിന്നിലാണ് കയറ്റിയത്. ഒട്ടകം മുന്നോട്ട് നടക്കാൻ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മുന്നിലിരുത്തിയപ്പോൾ മാത്രമാണ് ഒട്ടകം നടക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? അബൂജഹലിൻ്റെ ഒട്ടകം നടക്കാൻ തയ്യാറായില്ല. കാരണം എന്തായിരുന്നു? അബൂജഹൽ തൻ്റെ ഒട്ടകപ്പുറത്ത്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിന്നിലിരുത്തി. അത് കാരണമാണ് അബൂജഹലിന്റെ ഒട്ടകം നടക്കാൻ തയ്യാറാവാഞ്ഞത്. അപ്പം അത് മനസ്സിലാക്കിയിട്ട് എഴുതാം. ഇനി എന്താ? കുടുംബബന്ധം പുലർത്താനുള്ള 2 മാർഗങ്ങൾ എന്തൊക്കെയാണ്? കുടുംബബന്ധം പുലർത്താനുള്ള 2 മാർഗങ്ങൾ: കുടുംബക്കാരെ സന്ദർശിക്കുക, സഹായ സഹകരണങ്ങൾ ചെയ്യുക, സൽക്കരിക്കുക, അവർക്ക് സന്ദേശമയക്കുക, നല്ല കാര്യങ്ങൾ ഉപദേശിക്കുക എന്നിവയെല്ലാം കുടുംബബന്ധം നിലനിർത്താനുള്ള മാർഗങ്ങളാണ്. അപ്പം അതിൽ നിന്ന് 2 എഴുതിയാൽ മതി. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു എന്ത് ഓർത്താണ് രാത്രി മുഴുവനും കരഞ്ഞത്? എന്തോർത്തായിരുന്നു? ഖുർആനിൽ ലോകാവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്ത് മഹാൻ രാത്രി മുഴുവനും കരഞ്ഞു. ഖുർആനിൽ ലോകാവസാനത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഓർത്താണ് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കരഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിനാൽ ഹലീമ ബീവിയുടെ വീട്ടിലുണ്ടായ ഒരു ബർക്കത്ത്. ഹലീമ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്വീകരിച്ചത് മുതൽ ഹലീമ ബീവിയുടെ വീട്ടിൽ എന്തൊക്കെ ബർക്കത്താണ് ഉണ്ടായത്, എന്തൊക്കെ അത്ഭുതങ്ങളാണ്. നമ്മൾ പാടത്ത് പറഞ്ഞിരുന്നത് എന്താണ്? ആടുമാടുകൾ തടിച്ചു കൊഴുത്തു, അവയ്ക്ക് യഥേഷ്ടം പാലുണ്ടായി, വൃക്ഷങ്ങൾ തളിർത്തു, കായ്കനികൾ നിറഞ്ഞു, വീട്ടിലെപ്പോഴും കസ്തൂരിയുടെ പരിമളം നിറഞ്ഞു, രോഗങ്ങൾ വിട്ടുമാറി, സന്തോഷവും സമൃദ്ധിയും കളിയാടി. അപ്പം ഇതിന് ഒരു കാര്യം എഴുതിയാൽ മതി, മനസ്സിലാക്കുക. ഒരു ബർക്കത്ത് എഴുതിയാൽ മതി. അടുത്തത് നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? കളവ് പറയുക, ഈബത്ത് പറയുക, നമീമത്ത് പറയുക, പരിഹാസം. ഇതൊക്കെ നാവ് കൊണ്ട് പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അതിൽ നിന്ന് 4 എഴുതാം. ഇനിയാ ആരാണ് മുർസലുകൾ? നബിമാരിൽ പ്രധാനികളാണ് മുർസലുകൾ. മതനിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട നബിമാരാണ് മുർസലുകൾ. അപ്പോൾ മനസ്സിലാക്കി പഠിക്കുക. നബിമാരിൽ പ്രധാനികളാണ് മുർസലുകൾ. അപ്പോൾ അവിടെ പാഠത്തിൽ നിങ്ങൾ 13ാമത്തെ പാഠത്തിൽ പറയുന്നുണ്ട്. എന്താണ്? മനുഷ്യരിൽ ഉത്തമരാണ് നബിമാര്, അവരിൽ പ്രധാനികളാണ് മുർസലുകൾ. അവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഉലുൽ അസ്മുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അസാധാരണ മനുഷ്യരാണ് അമ്പിയാക്കൾ. മതനിയമങ്ങൾ വഹിയായി ലഭിക്കും അമ്പിയാക്കൾക്ക്. ആ നിയമങ്ങൾ പ്രബോധനം ചെയ്യാൻ കൽപ്പിക്കപ്പെട്ട നബിമാരാണ് മുർസലുകൾ. അപ്പോൾ അത് 2 മനസ്സിലാക്കാം, 2 എഴുതാം, മനസ്സിലാക്കി പഠിക്കുക. അടുത്തതാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച 7ാം ദിവസം സന്തോഷം പ്രകടിപ്പിക്കാൻ അബ്ദുൽ മുത്തലിബ് എന്തു ചെയ്തു? എന്താ ചെയ്തത്? 7ാം ദിവസം ആടിനെ അറുത്ത് മാംസം വിതരണം ചെയ്തു. കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേര് വിളംബരം ചെയ്തു. അടുത്തത് എന്താണ്? ലിമൻ തലൗ മലായികത്തു അജ്നിഹതിഹ. മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. ആർക്കാണ്? വിദ്യാർത്ഥിക്ക്. ഈ തോലിബുൽ ഇൽമ് പഠിക്കുന്നവർക്ക്. അറബി പാഠം പറഞ്ഞിരുന്നു, 12ാമത്തെ പാഠം. അതിൽ പറയുന്നുണ്ട് അല്ലേ? ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചവർക്ക് മലക്കുകൾ അവരുടെ ചിറകുകൾ താഴ്ത്തിക്കൊടുക്കും. അപ്പം അത് മനസ്സിലാക്കുക. മലക്കുകൾ ചിറകുകൾ വിരിച്ചു കൊടുക്കും ഇൽമ പഠിക്കുന്നവർക്ക്. ഈ തോലിബിൽ ഇൽമ് പഠിക്കുന്നവർക്ക്.
അപ്പോൾ വിദ്യാർത്ഥിക്ക് രണ്ടും എഴുതാം. ഈ തലവുൽ മലായികത്തു അജ്നിഹതിഹ. അതുപോലെ മൻ സലക ത്വരീക യബ്തഗി ഫീഹി ഇൽമൻ. ഇൽമിൻ്റെ വഴിയിൽ പ്രവേശിച്ചാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. ത്വരീക്കൻ ഇലൽ ജന്ന. അപ്പോൾ അതൊക്കെ ആ പാഠത്ത് പറയുന്നുണ്ട്. എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക, ഉപകാരപ്പെടുത്തുക. ഇത്രയാണ് ദുറൂസുൽ ഇസ്ലാം 2 എന്ന ചോദ്യപേപ്പറിലുള്ളത്. എല്ലാവരും ഉപകാരപ്പെടുത്തി പഠിക്കുക. മറ്റു ചോദ്യപേപ്പറുകളൊക്കെ ഉണ്ട് നമ്മൾ മുമ്പ് ചെയ്ത, അതിലൊക്കെ റിവിഷനായിട്ട് നന്നായിട്ട് പറയുന്നുണ്ട് പാഠഭാഗങ്ങൾ. അപ്പോൾ ഇനിയും എക്സാമിനൊക്കെ പഠിക്കുന്നവർ മറ്റു ചോദ്യപേപ്പറുകളൊക്കെ മനസ്സിലാക്കി പഠിക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.